നമ്മുടെ മുസ്ലിം സമുദായത്തിലെ നേതാക്കന്മാർ വെറും കല്യാണം നിശ്ചയിക്കാൻ പോയാ പോരാ, അതുപോലെ തന്നെ പണ്ഡിതന്മാർ വെറും ഖുതുബോദി, അതുപോലെ തന്നെ അതാ ഇമാമത്ത് നിന്ന് ശമ്പളം പറ്റിയാൽ പോരാ, മറിച്ച് പണ്ഡിതന്മാർ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയണം. പള്ളികളിൽ വെച്ച് നാട്ടിലെ മുഖ്യസ്ഥന്മാര്, കാരണവന്മാര് അവര് വെറും കല്യാണത്തിന്റെ ദിവസം നിശ്ചയിച്ചാൽ പോരാ. ഓരോരുത്തർക്കും അല്ലാഹുവിന്റെ അടുക്കൽ ഉത്തരവാദിത്വമുണ്ട്. അച്ചടക്കത്തോടെ നമ്മുടെ ചെറുപ്പക്കാരെ വളർത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്, ഉപദേശിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ചെറുപ്പക്കാരികളെയും അതാ ഉപദേശിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഈ ഉത്തരവാദിത്വം നിർവഹിച്ചേ പറ്റൂ. പടച്ച റബ്ബിന്റെ അടുക്കൽ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ഗൗരവത്തോടെ തന്നെ ഇത്തരം കാര്യങ്ങൾ കാണേണ്ടതുണ്ട് കേട്ടോ. ഓ സഹോദരന്മാരെ, നമ്മളൊരു അച്ചടക്കമുള്ള, നമ്മളെപ്പോലെ അച്ചടക്കമുള്ള ഒരു സമുദായം വേറെ ഉണ്ടോ? അത്രയും നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അച്ചടക്കം പഠിപ്പിച്ചതല്ലേ. പക്ഷെ ആ അച്ചടക്കമൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞാൽ പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്ന് മുസീബത്ത് ഇറങ്ങൂലേ? സുബ്ഹാനല്ലാഹ്. കച്ചവടം ചെയ്യാൻ ധൈര്യമില്ല, കവർച്ച ചെയ്യുമോ എന്ന് പേടി. സുബ്ഹാനല്ലാഹ്. പൊന്നുമിട്ട് പോകാൻ ധൈര്യമില്ല, വണ്ടിയിലൂടെ പോകാൻ ധൈര്യമില്ല, പീടിക തുറക്കാൻ ധൈര്യമില്ല, വീട് വളയുമോ പേടിയാണ്. അതേ ഭീരുത്വമാണ്. ചോദിക്കട്ടെ, പടച്ച റബ്ബ് പറഞ്ഞതല്ലേ, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. അച്ചടക്കരാഹിത്യം കാണിക്കാതെ ജീവിച്ചിരുന്ന നമ്മളെ ഉപ്പാപ്പമാര് ജീവിച്ചിരുന്ന കാലത്ത് നമ്മുടെ സമുദായത്തിന്റെ അന്തസ് എത്രയായിരുന്നു, അഭിമാനം എത്രയായിരുന്നു. ആ അഭിമാനം മുഴുവനും നഷ്ടപ്പെട്ടു പോയതിന്റെ കാരണം അല്ലാഹുവിന്റെ ദീന് പച്ചയായി അതാ പിച്ചി കീറിയിട്ട് അതാ തോന്നിവാസത്തിന് വേണ്ടി ഓരോരുത്തരും തുരിഞ്ഞതിന്റെ പേരിലല്ലേ.